ഇപ്പോൾ ജയിലിന് പുറത്തുനിന്നുള്ള വിവരങ്ങളുമായി അർച്ചന കൂടി ചേരുന്നുണ്ട്. അർച്ചന, രാവിലെ നമ്മൾ കണ്ടതാണ് ചില നാടകങ്ങൾ. ബോബി ചെമ്മണ്ണൂർ പുറത്തേക്ക് ഇറങ്ങുന്നു, മാധ്യമങ്ങളോട് പറയുന്നു താൻ ഇന്നലെ ജയിലിൽ കിടന്നത് റിമാൻഡ് തടവുകാരായ 10-28 പേരുണ്ട്, അവരെ പുറത്തിറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില ആലോചനകൾ, അവരെ സഹായിക്കാമെന്ന് പറയുകയൊക്കെ ചെയ്തു. കോടതി ആ ചോദ്യം ചോദിച്ചു കഴിഞ്ഞു, ആരാണ് ഈ റിമാൻഡ് തടവുകാരുടെ വക്കാലത്ത് ഏറ്റെടുക്കാൻ ബോബി ആരാണെന്നുള്ള ചോദ്യം ചോദിക്കുകയും ചെയ്തു. അതിന് പിന്നാലെ തന്നെയാണ് ഈ ബോബിയുടെ പിന്തുണയ്ക്കുന്ന നിരവധി പേരോടെ പടക്കങ്ങളുമായി വന്ന് ചില കോപ്രായങ്ങൾ കാട്ടുകയും ചെയ്തത്. എന്താണ് ഇന്ന് ജയിലിന് പുറത്ത് നടന്ന കാര്യങ്ങൾ അർച്ചന? ഷിജു, തീർച്ചയായും നമ്മൾ തുടക്കം മുതൽ പറയുന്നതാണ് ഇതൊരു മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റാനുള്ള ബോബി ചെമ്മണ്ണൂരിൻ്റെ പ്രവർത്തികളാണെന്ന്. അതിൻ്റെ അവസാനം ഇപ്പോഴത്തെ കോടതി വരെ അതിൽ ഇടപെട്ടിരിക്കുന്നു. എന്തായാലും ബോബി ചെമ്മണ്ണൂരിൻ്റെ മറ്റൊരു പതിപ്പാണ് നമ്മൾ ഇന്ന് കണ്ട ജയിലിന് പുറത്ത് കണ്ട ആൾക്കൂട്ടം. അതായത് ബോബി ചെമ്മണ്ണൂർ ആഗ്രഹിക്കുന്നത് പോലെ ഒരു പബ്ലിസിറ്റി കിട്ടാനുള്ള ശ്രമങ്ങൾ തന്നെയാണ് ഈ മെൻസ് അസോസിയേഷൻ എന്ന പേരിൽ കുറച്ച് ആളുകൾ ഇവിടെ കൂടി കാണിച്ച് അവരുടെ പ്രവർത്തികൾ. പ്രധാനമായും ബോബി ചെമ്മണ്ണൂർ ഇന്ന് ഉടനടിയാണ് ഈ ജയിലിൽ നിന്നും പുറത്തിറങ്ങിയത്. അതായത് കോടതി ഇടപെടുന്നു, അതിനുശേഷം ഈ ഉത്തരവ് കൊണ്ടുപോകുന്നു, അതിനുശേഷം അതിവേഗം അദ്ദേഹം ജയിലിൽ നിന്നും പുറത്ത് പോവുകയായിരുന്നു. അതിനിടെ ഒരുപാട് പേർ ഇത്തരത്തിൽ ജയിലിൻ്റെ പുറത്തേക്ക് എത്തിയിരുന്നെങ്കിലും പോലീസ് അവരെ എല്ലാം തന്നെ അവിടെ നിന്നും മാറ്റിയിരുന്നു. അത്തരത്തിലേക്കൊരു നാടകീയ രംഗങ്ങളിലേക്ക് ഇന്ന് മാറിയില്ല. ഇന്നലെ കണ്ട കാഴ്ചയായിരുന്നില്ല. ഇന്ന് അതിൽ പോലീസിൻ്റെ ഇടപെടലാണ് അതിൽ പ്രധാനപ്പെട്ടത്. അതിനുശേഷം കുറച്ച് ആളുകൾ, അതായത് മെൻസ് അസോസിയേഷൻ എന്ന പേരിൽ കുറച്ച് ആളുകൾ ഈ ജയിലിന് മുന്നിലേക്ക് എത്തുകയും പടക്കം പൊട്ടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. അത് ആദ്യം ഇവർ ജയിലിന് അകത്തേക്ക് കയറി, പിന്നീട് പോലീസ് ഇവിടെ അനുവദിക്കില്ല എന്ന് പറഞ്ഞതിന് ശേഷം പുറത്തു പോയി പൊട്ടിക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നത്. അവിടെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള, അതായത് ബോബി ചെമ്മണ്ണൂരിൻ്റെ നേർപതിപ്പെന്ന രീതിയിൽ പറയാവുന്ന ഷോയാണ് അവിടെ നമ്മൾ കണ്ടത്. അവിടെ ബോബി ചെമ്മണ്ണൂരിനെ അനുകൂലിച്ച് പുരുഷന് നീതി വേണമെന്ന രീതിയിൽ അടക്കമുള്ള വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇവർ ഒരു കൂട്ടം ആളുകൾ പടക്കം പൊട്ടിക്കാൻ ശ്രമിക്കുന്നു. അത് പോലീസ് തടയുന്നു. പോലീസിനെ ധിക്കരിച്ചുകൊണ്ട് വീണ്ടും അവർ പടക്കം പൊട്ടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അങ്ങനെ ഈ സുരക്ഷാ പ്രശ്നങ്ങൾ കാണിച്ച് പോലീസ് അതിനെ അനുവദിച്ചില്ല, അത് തടയുകയാണ് ഉണ്ടായത്. അങ്ങനെ അവിടെ നിന്നും അവർ മടങ്ങിപ്പോവുകയാണ്. ഏതായാലും ബോബി ചെമ്മണ്ണൂരിനെ സംബന്ധിച്ച് ഇന്ന് വലിയ കുരുക്കിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുകയാണ്. അദ്ദേഹം ജില്ലയിൽ തന്നെ കേന്ദ്രീകരിച്ച് നിൽക്കുന്നുണ്ട്. കാരണം ഇത്തരത്തിൽ കോടതി ഇടപെട്ടതുകൊണ്ട് തന്നെ ജാമ്യം റദ്ദാക്കുന്ന ഒരു സാഹചര്യം വന്നാൽ ഉടനടി പോലീസ് അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസിന്റെ നിരീക്ഷണത്തിൽ തന്നെയാണ് ബോബി ചെമ്മണ്ണൂർ ഇപ്പോഴും ജില്ലയിൽ തന്നെ ഉള്ളത്. അവരെ തടഞ്ഞുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥൻ എന്തോ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. എന്താണ് ആ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത്? അവരോട് നേരത്തെ തന്നെ ഇത്തരത്തിൽ ജയിലിൽ കടക്കാൻ കഴിയില്ല, അതായത് ജയിലിനകത്ത് പടക്കം പൊട്ടിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിരുന്നു. പുറത്തേക്ക് പോകാനും പറഞ്ഞിരുന്നു. അതിനുശേഷം അവർ പുറത്ത് പടക്കം പൊട്ടിക്കാനുള്ള കാര്യങ്ങൾ നീക്കി. അങ്ങനെ പൊതുജനങ്ങൾ കടന്നു പോകുന്ന വഴിയിൽ പടക്കം പൊട്ടിക്കരുതെന്ന് അവരോട് ആവർത്തിച്ച് പറയുകയുണ്ടായി. എന്നാൽ പോലീസിന് നേരെ തട്ടിക്കയറുകയും അവർ പൊട്ടിക്കുമെന്ന് ആക്രോശിക്കുകയുമായിരുന്നു. ഇത് പോലീസ് തടയുകയും ചെയ്തു. എന്നാൽ പിന്നീട് ഇവരെ കയ്യിൽ നിന്നും ബലമായി പോലീസ് പടക്കം വാങ്ങി അവിടെ നിന്നും പോവുകയായിരുന്നു. എന്നിട്ട് അതിനുശേഷം അവരോട് അവിടെ നിന്ന് മടങ്ങിപ്പോവാനും ആവശ്യപ്പെട്ടു. എന്നാൽ ഇവർ ഉടനടി ഉന്നയിക്കുന്ന വാദം എന്ന് പറയുന്നത് ബോബി ചെമ്മണ്ണൂരിനെ അനുകൂലിച്ച്, അതായത് ബോബി അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇതിൽ കോടതി അലക്ഷ്യമുള്ള കാര്യങ്ങൾ വരെ അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തിന് അദ്ദേഹത്തെ ഇത്തരത്തിൽ വീണ്ടും റദ്ദാക്കി, അതായത് ഇത്തരത്തിൽ ജാമ്യം റദ്ദാക്കിയ അടക്കമുള്ള കോടതിയെ ചോദ്യം ചെയ്തുള്ള വാദങ്ങളാണ് അവർ പ്രധാനമായും ഉന്നയിക്കുന്നത്. അത്തരത്തിൽ കോടതി അലക്ഷ്യമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാവുന്ന പല കാര്യങ്ങളും ഇവർ വിളിച്ചു പറയുന്നുണ്ട്. അത്തരത്തിലൊരു നെഗറ്റീവ് പബ്ലിസിറ്റി കിട്ടാനുള്ള കാര്യങ്ങളാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ അവർ വിളിച്ചു കൂകുന്നത്. അത് നമുക്ക് പൊതുജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയാത്ത രീതിയിലുള്ള വാക്കുകൾ പ്രയോഗിച്ചും അവർ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ബോബി ചെമ്മണ്ണൂരിൻ്റെ മറ്റൊരു പതിപ്പ്, അവരുടെ അത്തരത്തിലൊരു പതിപ്പാണ് നമ്മൾ ഇവരിലൂടെയും കാണുന്നത്. ഇന്നലെ സ്ത്രീകളടക്കമാണ് ഈ ജയിലിന് പുറത്തേക്ക് കണ്ടത്. എന്നാൽ ഇന്ന് അത്തരത്തിലൊരു കാഴ്ചയില്ലെങ്കിൽ പോലും ഈ കേരള മെൻസ് അസോസിയേഷൻ എന്ന് പറയുന്ന അതിൻ്റെ കുറച്ച് ആളുകൾ അവിടെ എത്തുകയും ഇത്തരത്തിലൊരു ഷോ കാണിക്കുകയും ചെയ്തിരുന്നു. അതിനെ കൃത്യമായി പോലീസ് തടയുകയും ഇവിടെ അത് അനുവദിക്കില്ല എന്ന് പോലീസ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അവർക്ക് കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നിലവിൽ അത്തരം നടപടികളിലേക്കൊന്നും പോലീസ് കടന്നിട്ടില്ല. അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവരെ അവിടെ നിന്നും മാറ്റിയിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ബോബി ചെമ്മണ്ണൂരിനെ വീണ്ടും കുരുക്കുമുറുകയാണ്. ഇന്ന് അത്തരത്തിലൊരു വലിയൊരു ഷോയാക്കി മാറ്റാനായിരുന്നു ഇത് ശ്രമമെങ്കിലും അതെല്ലാം പാളിയിരിക്കുകയാണ്. അത് കോടതിയുടെ കൃത്യമായ ഇടപെടൽ തന്നെയാണ് അതിൽ എടുത്തു പറയേണ്ടത്. ഇന്നലെ കണ്ട അതിലും ആൾക്കൂട്ടത്തെ എത്തിക്കാനായിരുന്നു ബോബി ചെമ്മണ്ണൂരിൻ്റെ ആരാധകർ എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകളുടെ ശ്രമം. എന്നാൽ അതെല്ലാം തന്നെ വിഫലമായിരിക്കുന്നു. അതിൽ പ്രധാനപ്പെട്ട കാര്യം ഹൈക്കോടതി ഇത്തരത്തിൽ ഉടനടി